ജപ്പാനിലെ ഒരു പുരാതനമായ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്കൊരു ദിവസം അവസരം കിട്ടി. ഇവിടുത്തെ വാതിലുകളും ജനലുകളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ തടി കണ്ടാൽ തന്നെ അറിയാം ഈ വീടിന് അത്യാവശ്യം നല്ല പ്രായമുണ്ടെന്ന്. ഈ എഴുതിയിരിക്കുന്ന ഇവരുടെ വീട്ടുകാരാണെന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ ഡോർ ലോക്ക് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് ഇവരുടെ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് തുറക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അതുപോലെ ഷൂ ഇടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിററും. വീട് ട്രഡീഷണൽ ആണെങ്കിലും അകത്തെ സൗകര്യങ്ങളിൽ കുറച്ച് മോഡേൺ ആട്ടോ. ഇത് കണ്ടോ, തടി കൊണ്ട് തന്നെയാണ് ഇവിടെ ഷെൽഫൊക്കെ പണിതിരിക്കുന്നത്. ഇതേപോലെ ഷെൽഫിനകത്ത് വേറൊരു ഷെൽഫുണ്ട് അവർക്ക്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് നിലത്തിരുന്ന് ഫുഡ് കഴിക്കാനാട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഇതേപോലത്തെ ചെറിയ ചെയറും കുഷ്യനും ടേബിളും ഒക്കെ. ഇതാണ് ബെഡ്റൂം. ഈ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇവരുടെ ബെഡ്. ഇതിനെ പറയുന്ന പേരാണ് ഫൂത്തോൺ. പിന്നെ ഈ താഴെ കാണുന്ന മാറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് തത്താമി മാറ്റ്. തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് എല്ലാ ജാപ്പനീസ് വീട്ടിലും ഈ തത്താമി മാറ്റ് കാണും. പിന്നെ കിച്ചണൊക്കെ ആണെങ്കിലും എല്ലാ സൗകര്യമുള്ള കിച്ചൺ തന്നെ. ബാത്റൂമിൻ്റെ കാര്യം പിന്നെ പറയണ്ട, അടിപൊളി. ഇത് വാഷിംഗ് ഏരിയ ആണേ. പിന്നെ ഈ കാണുന്നതാണ് ടോയ്ലറ്റ്. ഈ വീട്ടിലെ ഇൻറ്റീരിയറും ലൈറ്റിങ്സും വുഡൻ വർക്ക്സ് ഒക്കെ കാണാൻ എന്ത് രസമല്ലേ. സ്വിച്ച് ബോർഡൊക്കെ അതേപടി അവർ വെച്ചിട്ടുണ്ട്. ദേ, ഒരു കുഞ്ഞു ഫാൻ കണ്ടോ. എന്തായാലും ഈ വീട്ടിലെ സ്റ്റേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.